മലപ്പുറം ഉദരംപോയിലെ 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തു. കുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. മർദ്ദിച്ച് ബോധം പോയ കുഞ്ഞിനെ കട്ടിലേക്ക് എറിഞ്ഞുവെന്നും മർദ്ദനത്തിൽ വാരിയെല്ലുകൾ പൊട്ടിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കുഞ്ഞിനെ പിതാവ് നിരന്തരം മർദ്ദിച്ചിരുന്നതായി ഫായിസിന്റെ ബന്ധുക്കളായ അയൽവാസികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നല്ല പരമാവധി ഓളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓളെ തല അടിക്കുക, അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കൊന്നും ഇതാക്കി തന്നിട്ടില്ല. ഉമ്മാന്റെ കയ്യിൽ നിന്ന് കുട്ടീനെ വലിച്ചെടുത്തിക്കാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ആ കുട്ടീനെ വിട്ടു തന്നില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ കുട്ടീനെ ഓളെയും കൊല്ലും പിടിച്ചും, അത് നിങ്ങൾ ആരും ചോദിച്ചു വരണ്ടാന്ന്. എന്റെ ഉമ്മ ഒരുപാട് സ്റ്റേഷൻ ഇറങ്ങി കയറിയിരിക്കണേ. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പരാതി കേട്ട് അതിനൊരു ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടി നഷ്ടപ്പെടൂല്ല, ഇതിനൊന്നുമില്ല. കുട്ടിൻ്റെ ഒച്ചയല്ല കേട്ടത്. ആ കുട്ടിൻ്റെ ഉമ്മാൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ ചെന്ന് നോക്കി. ഉമ്മാനോട് പറഞ്ഞു ആ കുട്ടി പോയി എന്നൊക്കെ പറയുന്നുണ്ട്, കുട്ടീനെ കൊന്നൂലേ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് മണ്ടിയത്. അപ്പോൾ കുട്ടീനെ അടുക്കളയിൽ ഒരു 2 വാതിലും പൂട്ടിയേക്കേന്. അപ്പോൾ അടുക്കളയിൽ പോയി ഇരുത്തിയേക്കേന്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ കുട്ടിക്ക് ശ്വാസമൊന്നുമില്ല. പോയി എടുത്ത് ഛർദ്ദിച്ചു. കുട്ടി ഛർദ്ദിച്ചിൻ്റെ കയ്യിൽ നിന്ന് ഛർദ്ദിച്ചത്. പിന്നെ അങ്ങനെ കൊട്ടിയപ്പോൾ ഇങ്ങനെ ശ്വാസം മേപ്പോട്ട് വലിച്ചു. പിന്നെ അപ്പം തന്നെ മരിച്ചിരിക്കണം ഉറപ്പായിരുന്നു. ഓൻ്റെ ഉമ്മ ഉണ്ട്, പിന്നെ ഓൻ്റെ പെങ്ങളുണ്ട്, പിന്നെ ഓൻ്റെ അളിയനുണ്ട്, പായസമുണ്ട്. അപ്പം നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അവർ തടയാറുണ്ടായിരുന്നു കുഞ്ഞിനെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ? അത് ഞങ്ങൾ എല്ലൊക്കെ കേൾക്കണുള്ളൂ, വേറെ ആരും അങ്ങനെ കേൾക്കൂലല്ലോ. ഇങ്ങനെ കുട്ടി ഇങ്ങനെ കരയുമ്പോൾ കുട്ടീൻ്റെ അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ചെല്ലും. ഇവനൊക്കെ തല്ലല്ലേ, 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ലേ എന്നറിയും. ആ പെണ്ണും തല്ലും, ആ കുട്ടീൻ്റെ അമ്മയും തല്ലും. ഉമ്മാക്ക് പിന്നെ അങ്ങനെ ഒരു സുഖമില്ലായ്മ എന്തുകൊണ്ട് തോന്നുന്നു. മുബഷീർ പി അക്ബർ വിശദാംശങ്ങളുമായി. മുബഷീർ, ഇന്നലെ ഇതേ സമയമാണ് ഈ കുട്ടിയുടെ മരണവാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്നാകുമ്പോഴേക്കും അതിക്രൂരമായ മർദ്ദനത്തിന് ഈ കുട്ടി വിധേയയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? അനികേഷ് കുമാർ, മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് 2.5 വയസ്സുള്ള ഫാത്തിമ നസ്രം കൊല്ലപ്പെട്ടത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസും എത്തി നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിതാവായ ഫായിസ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലായിരുന്നു ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നത്. ഫായിസിൻ്റെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ഈ ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഫായിസിൻ്റെ ഭാര്യയുടെയും മാതാവിൻ്റെയും പ്രധാനപ്പെട്ട ആരോപണം. അതിന് തൊട്ട് പിന്നാലെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. ആ ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അതിഗുരുതരമായ പരിക്കുകളാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ആ ഒരു 2.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഫായിസ് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുക തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുള്ളതാണ്. ബന്ധുക്കളുടെ ആരോപണത്തെ ശരിവെക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടുണ്ട്, കൈകൾ അടിച്ചിട്ടുണ്ട്, കൈകളുടെ പിറകുഭാഗത്ത് അടിച്ചിട്ടുണ്ട്, പുറത്തുൾപ്പെടെ അടിച്ചിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനത്തിൽ കുഞ്ഞിൻ്റെ നെഞ്ചിനും അതുപോലെ തന്നെ വാരിയലിനും ഏറ്റ പരുക്കാണ് മരണത്തിലേക്ക് നയിച്ചത്. ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്ത് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഒരാഴ്ച മുമ്പ് കുഞ്ഞിനെ അതിക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് തലയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ മരണം നടക്കുന്നതിന് തൊട്ടു മുൻപായും ഈ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി മർദ്ദിച്ച ഘട്ടത്തിൽ വീണ്ടും രക്തസ്രാവം ഉണ്ടായതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെഞ്ചിൽ കുഞ്ഞിനെ ചവിട്ടിയിട്ടുണ്ട്. കുഞ്ഞിനെ കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഫായിസ് ഈ വിധത്തിൽ അടുത്തിരുത്തുന്നത്. തുടർന്ന് കഞ്ഞി കുടിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം തുടങ്ങിയതെന്നാണ് പ്രതി ഇത്തരത്തിൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കുഞ്ഞിനെ കഞ്ഞി കുടിക്കാത്ത സാഹചര്യത്തിൽ കുഞ്ഞിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ചതിന് ശേഷം തൊട്ടടുത്ത അലമാരയുടെ ഭാഗത്തേക്ക് എടുത്തെറിഞ്ഞു എന്നാണ് പറയുന്നത്. അത്രത്തോളം അതിക്രൂരമായ അതിനിഷ്ഠൂരമായ മർദ്ദനം അവിടെ നടന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ കുഞ്ഞ് തൊട്ടടുത്ത കട്ടിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ബോധം പോകുന്നുണ്ട്. തുടർന്ന് ഇവരുടെ നിലവിളി ശബ്ദം കേട്ട അയൽവാസികളാണ് ഓടിയെത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഫായിസോ ബന്ധുക്കളോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. ആ ഒരു സമയത്ത് ഫായിസിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഫായിസിൻ്റെ മാതാവും ഫായിസിൻ്റെ ഭാര്യയും ഫായിസിൻ്റെ സഹോദരി ഭർത്താവും ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ഒരു മർദ്ദനം തന്നെയായിരുന്നു നടന്നതെന്ന ആരോപണത്തിൽ കുടുംബവും അയൽവാസികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിന് കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കാളികാവ് പോലീസ് ഫായിസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഒരു കുഞ്ഞിന് നേരെ നടന്ന അതിക്രൂരമായ പീഡനമായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാളികാവ് പോലീസ് സ്റ്റേഷനാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ
പ്രതിമായുള്ള തെളിവെടുപ്പൊക്കെ തന്നെ ഇവിടെ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു മേഖലയിലെ സംഭവം നടന്ന കാളികാവ് ദുരംപോയിലെ ഫായിസിൻ്റെ വീട്ടിലെത്തി നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ, അല്ലെങ്കിൽ അയൽവാസികളുമായി സംസാരിക്കുന്ന ഘട്ടങ്ങളൊക്കെ തന്നെ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് അവരും നമ്മളോട് പങ്കുവെക്കുന്നത്. കാലങ്ങളായി ഇയാൾ ഈ വിധത്തിൽ ഈ ഒരു കുഞ്ഞിനെ മർദ്ദിക്കാറുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞ് ഇതല്ല, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു മർദ്ദനം. ഭാര്യയായ ഷഹബത്തിനെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇക്കാലയളവിലൊക്കെ തന്നെ മർദ്ദിച്ചിരുന്നത്. ഇതിനിടയിൽ പലതവണ ഇത്തരത്തിൽ വിവിധ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ബന്ധുക്കൾ ഇടപെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ആ ഒരു പരാതിയുടെ സമയത്തൊക്കെ തന്നെ ചില മധ്യസ്ഥരുടെ ഇടപെടലിൽ ഈ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പിന്നീട് ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരുളായിലുള്ള ഷഹബത്തിനെയും ഈ ഒരു കുഞ്ഞിനെയും ഇങ്ങോട്ടേക്ക് കുടുംബം വിട്ടിരുന്നത്. എന്നാൽ പിന്നീടും അതിക്രൂരമായ മർദ്ദനം ഫായിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിലാണ് പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു കുടുംബത്തിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാര്യയായ ഷഹബത്തിനെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതികൾ കേസിലുണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ ഒരു ഫായിസിന്റെ മാതാവിനെയും അതുപോലെ തന്നെ സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഫായിസിനെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ്. നികേഷ് കുമാർ.